നമസ്കാരം. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഹൈദരാബാദിന്റെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഭാഗങ്ങളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് ഹൈടെക് സിറ്റി ഭാഗത്തേക്ക്. ഞങ്ങളിപ്പോൾ കറക്റ്റ് ഉള്ളത് ഹൈദരാബാദ് ഡെക്കാൻ നാമ്പള്ളി റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രെയിൻ വന്നിറങ്ങിയത് ഇവിടുത്തെ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഹൈദരാബാദിൽ ടോട്ടലി 3 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. കാച്ചിഗുഡ, സിക്കന്ദരാബാദ്, ഈ ഡെക്കാൻ നാമ്പള്ളി. ഈ ഹൈദരാബാദ് ഡെക്കാൻ നാമ്പള്ളിയിൽ അധികമാത്രം ട്രെയിനുകളൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവാണ്. ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സിക്കന്ദരാബാദാണ്. അവിടെയാണ് കൂടുതൽ ട്രെയിനുകൾ വരുന്നതും പോകുന്നതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിയ കാച്ചിഗുഡയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. സമയം കറക്റ്റ് ഇപ്പോൾ 10 മണിയായേ. ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു മാതൃക വരുന്നത്. ഒരു പള്ളിയുടെ രൂപത്തിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ബസ്സുകളും ഈ ഒരു ട്രാവലറൊക്കെ ഇല്ലേ, അതൊക്കെ ടൂർ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ റാമോജി ഫിലിം സിറ്റിയിലേക്കാണോ, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നാമ്പള്ളി മെട്രോ സ്റ്റേഷനും വരുന്നത്. നമുക്കിനിപ്പോൾ മെട്രോ കയറിയിട്ടാണ് പോകേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാഗ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോവാം. തെലങ്കാന RTC. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു റോഡ് കാണുന്നില്ലേ, ആ ഒരു റോഡ് നേരെ ഇറങ്ങി പോകുന്നത് നേരെ ആ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇവിടുത്തെ വൃത്തിയൊക്കെ ഏകദേശം ഇത്രത്തോളമേ ഉള്ളൂ. നേരെ നാമ്പള്ളി മെട്രോ സ്റ്റേഷൻ. വെയിൽ നല്ല രീതിയിൽ തന്നെ വന്നു തുടങ്ങി. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു കൂട്ടം പ്രാവുകൾ എത്ര ഉണ്ട്, നമുക്കതിനൊക്കെ പോയി കാണാം. എല്ലാവരും അതിന് തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയുള്ള ആൾക്കാരില്ലേ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രാവൻ കൂട്ടത്തിന് കുടിക്കാനുള്ള വെള്ളം വരെ അവരവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടതാ? അതുപോലെ തന്നെ ഇവിടെ ഇവിടുന്ന് ഒരു തീറ്റയൊക്കെ തിന്നുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിലൂടെ അധികം പോകണ്ട, കാരണം അവർ തിന്നട്ടെ. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഇതിലൂടെ തന്നെ ഒരു മെയിൻ റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. താഴെ ഒരുപാട് ബസ്സുകൾ, നല്ല തിരക്കുണ്ട്. ഇപ്പം നേരെ കയറി ടിക്കറ്റ് എടുക്കാം. നാമ്പള്ളി മെട്രോ സ്റ്റേഷൻ. ഞങ്ങളുണ്ടല്ലോ ഈ ഹൈടെക് സിറ്റിൻ്റെ ഭാഗത്തേക്കുള്ള മെട്രോ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് 45 രൂപയാണ്. നാമ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്നെ ഒരു ഇൻ്റർചേഞ്ച് ഉണ്ട് അമീർപേട്ട്, അവിടുന്ന് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. നല്ല രീതിയിൽ തന്നെ അവർ എന്താ പറയുക എഴുതിയിട്ടൊക്കെ തന്നിട്ടുണ്ട്. ആ ഒരു മെട്രോ വരുന്നുണ്ടല്ലോ, നമുക്ക് പോകാനുള്ളതല്ല, ഈ ഒരു ഭാഗത്തേക്കുള്ളത്. ഇത് നമുക്ക് പോകാനുള്ള മെട്രോ വന്നിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല. എവിടെയും കയറാം, ഇവിടെ തന്നെ കയറാം. അമീർപേട്ട് മെട്രോ സ്റ്റേഷനിൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. റായ്ദുർഗ് ഭാഗത്തേക്ക് പോകുന്ന മെട്രോയിലാണ് കയറേണ്ടത്. 22 ഇവിടെ കണ്ട ഹൈടെക് സിറ്റി. ഇവിടെ ഇനിയിപ്പം മെട്രോ വരും. ഹൈടെക് സിറ്റി മെട്രോ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന മെട്രോ ഇതാ ഇവിടുന്ന് പോയി. ഇപ്പം നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. സൈബർ ടവേഴ്സ് ആൻഡ് ഒരു ഭാഗത്തേക്ക് പോവാം. നമുക്ക് ഈ ഒരു ഭാഗം വഴി തന്നെ ഇറങ്ങാം. ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ കാണുന്ന ഒരു കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്ക് അവിടത്തേക്കൊക്കെയാണ് പോകേണ്ടത്. ഹൈടെക് സിറ്റി മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ ഇതിലൂടെ തന്നെ ഒരു റോഡൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഈ ഒരു കാണുന്ന വഴി നമുക്ക് നേരെ നടക്കാം. നല്ല അടിപൊളി വഴിയാണ്, നീറ്റാണ്. എവിടെയും പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള ബ്ലോക്കാണ്. നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു അടിപൊളി വഴിയുണ്ട്. വെയിലൊന്നും കൊള്ളുകയില്ല, നല്ല സുഖമാണ് നടന്നിട്ട് പോകാൻ. നമ്മളിപ്പം നടന്ന് തുടങ്ങിയതേ ഉള്ളൂ. ആ മെയിൻ ഒരു ഭാഗത്തേക്കൊന്നും ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇതിലൂടെയാണ് മെട്രോ പോവുക. അതിലൂടെ വേറൊരു റോഡുണ്ട്. ഹൈടെക് സിറ്റിയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണിത്, സൈബർ ടവർ. നമുക്ക് ശരിക്കും ആ ഒരു ഭാഗത്ത് നിന്ന് ഇതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു ഭാഗം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു റോഡൊക്കെ മുറിച്ച് കടന്ന് ഇവിടെ വന്നിട്ടാണ് ഇതിപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്ന ആ ഒരു നേരെ കാണുന്ന ആ ഒരു വഴി, മെട്രോ ഒക്കെ നേരെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. എവിടത്തേക്ക് വേണമെങ്കിലും പോവാം, അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഏതൊരു ഭാഗം പോവാം. ആ ഒരു ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഈ ഒരു ഭാഗത്തെത്തിരിക്കുകയാണ്. നേരെ ഇതുവഴി ഹൈദരാബാദിലൂടെ തേരാപ്പാര നടക്കുകയാണ്. TGSRTC. ഈ ഓട്ടൊക്കെ ഇതിലൂടെയോ കയറി വരിക. എന്തൊരു ബ്ലോക്ക്!
ഇതങ്ങ് ഒരുപാടുണ്ട്. അങ്ങ് നീണ്ട് കിടക്കുക. ശരിക്കും ഈ ഒരു ഹൈടെക് സിറ്റിൻ്റെ വ്യൂ കിട്ടണമെങ്കിൽ നല്ല ഡ്രോൺ വേണം. ഡ്രോണിലാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു മുഴുവൻ കാഴ്ചകളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പുള്ളിക്കാരനൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് വേണമെങ്കിൽ പോയി ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. ഇത് ഈ നവി അവിടത്തേക്ക് ഇതാ പോകുന്നതാ. ഇവിടെ തന്നെ ആയിട്ട് ഒരു PVR ഉണ്ട്. ഇതൊരു വലിയൊരു ഷോപ്പിംഗ് മാളാന്ന് തോന്നുന്നു. ഞങ്ങളതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പം നല്ല മഴ പിടിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ നേരെ ഇത് ഈ ഒരു വഴിയാണ് നടന്നു പോകുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതലും IT പരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. എല്ലാ ബിൽഡിങ്ങിനും ഓരോരോ സ്റ്റാൻഡേർഡാണ്. ഇതിലൂടെ തന്നെ നടന്നു പോകാൻ ഇങ്ങനത്തെ ഒരു വഴിയുണ്ട്. ഈ ഒരു വഴി തന്നെ നടക്കാം. ഇവിടെ തന്നെ പല പല ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ആയാലും SBIൻ്റെ ഒക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഞങ്ങളത് നോക്കി നടക്കുക. ഇങ്ങനെ റോഡിൻ്റെ ആ ഒരു അറ്റത്തെ ഇവിടെ നടക്കണമെന്നില്ല. ഇവിടെ നടന്നു പോകുമ്പോൾ തന്നെ വിശ്രമിക്കാനായാലും ബെഞ്ചുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇതിലൂടെ തന്നെയാണ് ആ മെട്രോയും കൂടെ പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്കൂടെ വരുമ്പോൾ തന്നെ അങ്ങ് അവിടെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ഷോറൂമും ഇവിടെ ഒരു ഓഡീൻ്റെ ഷോറൂമുണ്ട്. അതുപോലെ തന്നെ തൊട്ടിവിടെ തന്നെ കറാച്ചി ബേക്കറി ഉണ്ട്. ഈ പാകിസ്ഥാനിലത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കറാച്ചി. ഇവിടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ഇതൊക്കെ കിട്ടുന്ന ഒരു ബേക്കറി. നമുക്കൊരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു പോവാം. കാരണം ആ വഴിക്ക് പോകുമ്പം തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ടല്ലോ, അതും പകർത്തി പോവാം. ഞങ്ങളിപ്പം നടന്നിട്ട് ദുർഗം ചെരുവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിലെ തന്നെ പ്രധാനപ്പെട്ടൊരു പാലാണ് ദുർഗം ചെരുവ് കേബിൾ ബ്രിഡ്ജ്. അതിൻ്റെ ഭാഗത്തേക്കാണ് ഇനിയിപ്പം ഞങ്ങൾ നടന്നു പോകുന്നത്. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു വഴി തന്നെ നടന്നിട്ട് നമുക്ക് പോവാം. കാരണം ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഈ ഒരു നടന്നു പോകുന്ന വഴിക്കും തന്നെ നമുക്ക് ആ ഒരു കേബിൾ ബ്രിഡ്ജ് കാണാനായിട്ട് സാധിക്കും. അങ്ങ് ദേ ആ ഒരു ദൂരത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദുർഗം ചെരുവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നടന്നു വന്ന വഴി ഈ കാണുന്ന ഇതാണ്. ഈ ഒരു വഴിയാണ് ഇപ്പം ഞങ്ങൾ നടന്നു പോകുന്നത്. നല്ല മരമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വെയിലിനൊക്കെ നല്ല ആശ്വാസമുണ്ട്. ഇതേ ഞങ്ങളിവിടെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ എത്തി. ഈ പാലം തുടങ്ങുന്ന ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പാറേൻ്റെ മുകളിൽ തന്നെ ഒരുപാട് സ്റ്റാച്ചു ഒക്കെ ഇവർ പണിതിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്നാലും ഇവിടെ ഇങ്ങനത്തെ കുറച്ച് രൂപയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാലത്തിലേക്ക് നടന്നിട്ട് പോകാം. ഞങ്ങൾ താഴെ നിന്ന് ഇതുവഴിയാണ് നടന്നു വന്നത്. ചെറിയൊരു വഴി. ഈ ഒരു മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു പാലം ഫുള്ള് കവർ ചെയ്ത് കഴിയണം. നമുക്ക് നടന്നിട്ട് പോകാൻ ഇങ്ങനത്തെ ഒരു ചെറിയ വഴിയുണ്ട്. വണ്ടികൾക്ക് പോകാൻ അവിടെയുണ്ട്. 6 വരി പാതയാണ് ഈ ഒരു പാലം വരുന്നത്. പ്ലസ് ഈ ഒരു നമുക്ക് നടന്നു പോകേണ്ടതും വലിയൊരു പാലം തന്നെയാണ്. നമ്മൾ നടന്നു വന്ന വഴിയാണ് ഈ താഴെ കാണുന്നത്. ഇതാണ് കേബിൾ ബ്രിഡ്ജ്. ഇവിടെ പാർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 രൂപ പിഴയാണ്. യെസ്, തുടങ്ങുകയാണ് ഇനിയിപ്പോൾ പാലത്തിൻ്റെ കാഴ്ചകൾ. ഇവിടെ തന്നെ നല്ലൊരു കെട്ടിട സമുച്ചയം നമുക്ക് കാണാം. ഇവിടെ തന്നെ നേരത്തെ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് തന്നെ ദുർഗം ചെരുവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊരു പാർക്കാണ്. അതിപ്പോഴൊന്നും ഓപ്പൺ ആവില്ല. വൈകുന്നേരം 5 മണിയാവും. അതായത് ആ സമയത്തായിരിക്കും നമ്മളിവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ ബ്രിഡ്ജിന്റെ ഈ പറഞ്ഞ ഒരു ഭാഗങ്ങളില്ലേ, ഇവിടെയൊക്കെ മൊത്തം ലൈറ്റിംഗ് ആയിരിക്കും രാത്രി. അതായത് നമ്മുടെ അഹമ്മദാബാദിലെ അടൽ ബ്രിഡ്ജ് ഇല്ലേ, അതൊക്കെ പോലെ തന്നെയാണ്. ശരിക്കും ഈ ഒരു പാലൊക്കെ ഉച്ച സമയത്തൊന്നും വന്ന് കാണണമെന്ന് പറയുന്നില്ല. രാത്രിക്ക് തന്നെ വരിക. പകൽ വന്നാൽ നമുക്ക് ഇതൊക്കെ കാണാം. നല്ല അടിപൊളി എല്ലായിടത്തും നല്ല അടിപൊളി റോഡുകളാണ്.
ഈ ഒരു ഹൈടെക് സിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്കെല്ലാം ബിൽഡിങ്ങുകളാണ്. ഓരോന്നിനും ഓരോരോ പ്രത്യേകത തന്നെ അല്ലേ? ഈ പറഞ്ഞ പോലെ നല്ല മോഡേൺ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് കൂടുതൽ എന്താ പറയുക, ബിസിനസ് IT റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഈ പറഞ്ഞ ഹൈടെക് സിറ്റിയിലുള്ളത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബോട്ടിംഗ് കൂടി ചെയ്തിട്ട് പോവാം. നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പാലത്തിൻ്റെ നല്ലൊരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നടന്നുകൊണ്ട വഴി ഇത് കോൺക്രീറ്റ് ആണ്. അങ്ങനെ മഴ പെയ്യുകയാണ്. നമ്മുടെ ഒരു പെട്ട അവസ്ഥയാണ്. അയ്യോ, അങ്ങോട്ടൊന്നും വലിയ മഴക്കാറൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല രീതിയിൽ പെയ്യുന്നുണ്ടല്ലോ. കൊടയും എടുത്തിട്ടില്ല അല്ലേ നവി? മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ തന്നെ നല്ല വെയിലല്ലേ. ഓട്ടോകളൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. മീൻ പിടിച്ച് പോവാ. കിട്ടി മീനൊക്കെ കിട്ടി. ആടെ പുലിയല്ലേ. ഹൈദരാബാദിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റഡ് പാലമാണ് ഈ ഒരു ദുർഗം ചെരുവ് പാലം. ഇതിന്റെ ആകെ ചെലവ് 184 കോടി രൂപയാണ്. ഇതിന്റെ നീളം വരുന്നത് 233 മീറ്റർ ആണ്. 2020 സെപ്റ്റംബർ 25 ഇത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ ജൂബിലി ഹിൽസിനെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. കാരണം എന്ന് വെച്ചാൽ മുമ്പേ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. നല്ല നഗരത്തിൽ വർദ്ധിച്ച് കാറുകളുടെ എണ്ണം കൂടി വരികയാണല്ലോ, അതുപോലെ തന്നെ ട്രാഫിക്കും. അപ്പം എന്താ പറയുക, 40 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് ഈ പറഞ്ഞ ഇവിടുന്ന്, അതായത് ഈ ഫിനാൻഷ്യൽ ജൂബിലി ഹിൽസിൽ നിന്ന് മദാപൂരിലേക്ക് എടുക്കുന്ന സമയം. ഈ പാലം വന്നതോടുകൂടി ആ ഒരു സമയം കുറക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് തെലങ്കാന സർക്കാർ ഈ ഒരു പാലത്തിലേക്ക് അതിൻ്റെ ഒരു നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ രാത്രി ഒരുപാട് കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തെലുങ്ക് സിനിമ ഒരുപാട് അതിൻ്റെ ഒരു രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഈ പറയുന്ന നമ്മുടെ ദുർഗം ചെരുവ് പാലത്തിലാണ്. പാലത്തിൻ്റെ അതുവഴി നടന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇത് ക്രോസ് ചെയ്ത് ഇനിയിപ്പം ഈ ഒരു ചെറിയ വഴിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഇനിയിപ്പോൾ ആ വന്ന വഴി തന്നെ ദുർഗം ചെരുവ് മെട്രോ സ്റ്റേഷൻ്റെ അവിടം വരെ നമുക്ക് നടന്ന് പോകേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് മെട്രോ കയറിയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ഡെക്കാൻ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു വഴിയൊക്കെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. കാരണം ആൾക്കാർ ഈവനിങ് ടൈം ആകുമ്പോൾ നടന്നിട്ടൊക്കെ പോകാൻ പറ്റുന്നത് എളുപ്പ വഴി ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ഒരു റോഡിൻ്റെ ഇവിടെ എത്തി. നമ്മൾ നേരത്തെ നടന്നു പോയ ആ ഒരു വഴിയാണ് ആ മുകളിൽ കാണുന്നത്. ഇനിയിപ്പോൾ നേരെ ആ മുന്നിലേക്കുള്ള റോഡ് വഴിയാണ് പോകേണ്ടത്. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാർക്ക്. 5 മണിക്ക് ഇത് ഓപ്പൺ ആവുള്ളൂ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. നമുക്ക് ഈ നേരെയുള്ള വഴി അങ്ങനെ നടന്ന് അവസാനം ഇതാ ദുർഗം ചെരുവ് മെട്രോ സ്റ്റേഷന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്പള്ളി മെട്രോ കയറി പോവാം. ദുർഗം ചെരുവ് മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വാട്സപ്പ് വഴിയാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ ഒരു 8 മിനിറ്റ് കഴിഞ്ഞാലേ വരുള്ളൂ. വെയിറ്റ് ചെയ്യാം. നമ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ അവിടത്തേക്കാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി ഉച്ച സമയമായല്ലോ, ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ആ ഒരു വഴി. ഹൈദരാബാദ് എത്തിയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാതെ പോകുന്നത് രസമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ബിരിയാണിയാണ്. ബിരിയാണിക്ക് ഓൾറെഡി കഴിച്ച് തീരാനായി കേട്ടോ. ഞങ്ങൾ പകുതിക്ക് എത്തുമ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഹൈടെക് സിറ്റി, ഹൈടെക് HITEC അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ഫുൾ പറയുകയാണെങ്കിൽ ഹൈദരാബാദ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സിറ്റി എന്നാണ്. അതായത് നമ്മളിപ്പോൾ പോയല്ലോ ഹൈടെക് സിറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക, അതൊരു ബിസിനസ് ആയിട്ടുള്ള ഹൈദരാബാദിൻ്റെ ഒരു മേഖലയാണ്. 200 ഏക്കറിലാണ് അത് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇതിലേക്ക് വരുവാണ്, ചരിത്രത്തിലേക്ക് വരുവാണെങ്കിൽ അത് 1998 നവംബർ 22 സ്ഥാപിതമായത്. അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ N ചന്ദ്രബാബു നായിഡു ആണ് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലൊക്കെ എടുത്തത്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശും തെലങ്കാന എല്ലാം ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ആന്ധ്രാപ്രദേശ് പിന്നീടാണ് തെലങ്കാന എന്ന് പറഞ്ഞ സ്റ്റേറ്റായിട്ട് വിഭജിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി ആണ് ആ ഒരു ഹൈടെക് സിറ്റി ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ആമസോൺ, ഫേസ്ബുക്ക് തുടങ്ങിയ ഒരുപാട് ബിസിനസ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ IT പരമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ആദ്യം ഹൈടെക് സിറ്റിൻ്റെ അവിടെ മെട്രോ ഇറങ്ങിയല്ലോ, ആദ്യം കാണിച്ചൊരു ബിൽഡിംഗ് ഓർമ്മയില്ലേ,
സൈബർ ടവേഴ്സ്. അത് IT പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി 14 മാസം കൊണ്ട് പൂർത്തീകരിച്ചൊരു ബിൽഡിംഗ് ആണത്. അതുപോലെ തന്നെ ആമസോൺ ഗ്ലോബൽ ക്യാമ്പസ് പറഞ്ഞ മറ്റൊന്നും കൂടി ഉണ്ട്. 2010 ഇവിടെ ഹൈദരാബാദിൽ ആദ്യമായിട്ട് ആമസോണിന്റെ പ്രവർത്തനം ആരംഭിച്ചു വന്ന്. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ ഒരു ഓഫീസിന്റെ നേരത്തെ പറഞ്ഞത് 2010 അതൊക്കെ നിറഞ്ഞാണ് നമ്മുടെ ഹൈടെക് സിറ്റി എന്ന്. നമ്മളവിടെ മെട്രോ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് വേറൊരു ഭാഗത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഹൈടെക് സിറ്റിന്റെ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണണമെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കാണ്. ഞങ്ങൾക്ക് അത് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഞങ്ങളും ആദ്യം തവണയാണ് ഇവിടെ വരുന്നത്. അതിലുപരി ഞങ്ങൾ നടന്നിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നൈറ്റ് വരണം. നൈറ്റും അതുപോലെ തന്നെ 2 വീലർ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിൽഡിങ്സ് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് കാണിക്കായിരുന്നു. തീർച്ചയായും ഇപ്പം നേരെ നോക്കാൻ പറ്റുന്നില്ല, നല്ല വെയിലാണ്, അതുപോലെ നല്ല ചൂടും. അപ്പം എന്താ പറയുക, ഈ ഒരു ഹൈദരാബാദിൻ്റെ കുറച്ച് കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം അടുത്തൊരു ലോങ് യാത്രയാണ്, ട്രെയിൻ യാത്രയാണ്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.